സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടു പാലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാനാവിലെ കല്യാണത്തെ പറ്റിയാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ അതിനെപ്പറ്റി കണ്ടിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. മുഴുവനെന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങളല്ല കേട്ടോ. ആ വ്യാഖ്യാനങ്ങളിൽ പലതും തെറ്റായിട്ടാണ് തോന്നുന്നതല്ല, തെറ്റാണ്. അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത് അവിടെ വീഞ്ഞ് തീർന്നുപോയി. സ്വാഭാവികമാണ്. ധാരാളം ആളുകൾ യഹൂദന്മാർ ഇവിടെ വിരുന്നിലൊക്കെ വരാറുണ്ട്. ഒരാഴ്ചപ്പോൾ ഇവരും അറിയിക്കും, പിന്നെ വിരുന്ന് ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ പിന്നെയും ക്ഷണിക്കും. വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ മാതാവ് കന്യാസ്ത്രീ അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്നവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. മറിയാമിനറിയാം ഇവൻ ദൈവപുത്രനാണ്, ഇവനവിടെ വീഞ്ഞുണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന് അവൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഗർഭം ധരിച്ചൊരു പുത്രനെ ശ്രമിക്കും, അവൻ യേശു എന്ന് പേര് പെടണം, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് മാലാഖ വ്യക്തമായിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ട്. അവളത് വിശ്വസിച്ചിട്ടുണ്ട്. മറിയാമിൻ്റെ ഉദരത്തിൽ ദൈവ മനുഷ്യനാണ് രൂപം പ്രാപിച്ചത്. 9 മാസം അവൾ അവനെ ഗർഭത്തിൽ ധരിച്ചു, പിന്നെ പ്രസവിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്. അവിടെ തമ്മിൽ എന്നുള്ളൊരു വാക്കില്ല. അത് പെന്തക്കോസ്ത് പുസ്തകത്തിൽ തെറ്റായി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എനിക്കും അവിടത്തേക്കും എന്ത്, എനിക്കും നിനക്ക് എന്താ കാര്യം ഇതിനകത്ത്? വീഞ്ഞല്ലെങ്കിൽ ഇത് അവരുടെ കുടുംബകാര്യമല്ലേ. യേശു ശിഷ്യന്മാർ ആ കല്യാണത്തിന് വിളിച്ചിരുന്നു, പിന്നെ വിളിക്കപ്പെട്ടിരുന്നു. മറിയാമിനല്പം ബന്ധവും കൂടെ ഉള്ള വീടാണത്. എനിക്കും നിനക്ക് തമ്മിൽ എന്നുള്ളത് തെറ്റാണ്, അതൊരിക്കലും അംഗീകരിക്കേണ്ട. വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് തമ്മിൽ എന്നുള്ള വാക്കില്ല. അപ്പം അതിൻ്റെ വിശദീകരണ ആവശ്യമില്ല. സ്ത്രീയെ എന്ന് വിളിച്ചത് ഒരു അപമാനമായിട്ട് പലരും കണക്കാക്കണം. ഗ്രീക്ക് സംസ്കാരത്തിൽ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു ബഹുമതി പദമാണ് ലേഡി. അത് അപമാനത്തെ സൂചിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് മറിയാം തൻ്റെ അമ്മയല്ല എന്ന് കർത്താവ് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുമില്ല. സ്ത്രീയെ എന്ന് വിളിക്കുമ്പോഴും നമ്മൾ ഉൽപ്പത്തി 3:15 പോകണം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും. ആ സ്ത്രീയാണ് ഈ സ്ത്രീ എന്ന വ്യാഖ്യാനമാണ് കൂടുതലായിട്ട് ശരിയായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ട്. എങ്കിലും മറിയാം വീട്ടുകാരോട് പറഞ്ഞോ അല്ലെങ്കിൽ പരിചാരകരോട് പറഞ്ഞോ, അവരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് അതുപോലെ ചെയ്യണം. മറിയാവിന് ഉറപ്പുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, എന്നെ സമയം ഇതുവരായിട്ടില്ല. അവിടെ നാഴികയല്ല, സമയം എന്ന് പറയുമ്പോൾ അതിനൊരു ക്ലിപ്തതയില്ല. പിന്നെ നാഴിക വന്നിരിക്കുന്നു പറയുമ്പോൾ കറക്റ്റണത്. നാഴിക വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ തന്നെ മരണത്തെ ഉദ്ദേശിച്ചാണ്. ആ മരണത്തിന് സമയമായി. ഇവിടെ താൻ പറയുന്നത് എൻ്റെ സമയമായിട്ടില്ല, ഞാൻ അത്ഭുതം പ്രവർത്തിക്കേണ്ട സമയമായിട്ടില്ല.
പിതാവിൻ്റെ അനുവാദം വേണം, അത് വേറെ കാര്യം. ഞാനിപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചാൽ ഞാൻ ദൈവമാണെന്ന് എല്ലാവരും അറിയും. എല്ലാവരും അറിഞ്ഞെങ്കിലേ യഹൂദന്മാർ പ്രത്യേകിച്ച് ചോദ്യമെടുത്ത് പറയും, പിന്നെ അത്ഭുതം പ്രവർത്തിക്കണം എന്തോ. അപ്പോൾ നീ ആരാധനയ്ക്ക് ഞാൻ ദൈവമാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ആളുകളെ ധരിക്കും. 3-3.5 കൊല്ലക്കാലം ഇനിയുണ്ട്. അതിനു മുമ്പ് ചിലപ്പോൾ അവരായിട്ട് വധിക്കാനും സാധ്യതയുണ്ട്. അതൊന്നാണ് സമയമായിട്ടില്ല എന്ന് പറയാൻ. അവിടെ മരണത്തിൻ്റെ അല്ല, തെറ്റാണ്, മരണത്തിൻ്റെ സമയമല്ല അവിടെ പറയുന്നത്. പിതാവേ നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുന്നത് തൻ്റെ മഹത്വീകരണത്തിൻ്റെ ക്രൂശിൽ ബലിയെ സംബന്ധിച്ചാണ് പറയുന്നത്. സമയമായിട്ടില്ല. യോഹന്നാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ അത്ഭുതം എന്ന് തന്നെ പറയുന്നു, അടയാളങ്ങളെന്ന് പറയുന്നില്ല. പക്ഷേ സത്യവേദ പുസ്തകത്തിൽ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു. നമുക്ക് അടയാളം തന്നെ എടുക്കാം. അടയാളങ്ങളുടെ ആരംഭമായിട്ട് അത് ചെയ്തു എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് വലിയ നോമ്പിൽ ആദ്യത്തെ ഞായറാഴ്ച ഇത് ഏവങ്കലേനായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. 7 അത്ഭുതങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. ആകെ 7 അത്ഭുതങ്ങളാണ്. അപ്പോൾ ഇനി പിന്നാലെ അത്ഭുതങ്ങൾ വരുന്നുണ്ടുള്ള ഒരു ചൂണ്ടുപറയല്ല, ഒരിക്കലല്ല. പിതാക്കന്മാരെ വ്യാഖ്യാനിക്കുന്നത് വലിയ നോമ്പിലെ ഓരോ ഞായറാഴ്ചയും വിശുദ്ധ ഏവൻഗേലിയോൻ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഓരോ കൂദാശകളുടെ അടിസ്ഥാനത്തിലാണ്. വെള്ളം വീഞ്ഞാക്കിയത് മാമോദിസയെ സൂചിപ്പിക്കുന്നത്. ഗർഭോ ഞായറാഴ്ച വിഷർവിയെ സുഹാക്കി, അത് വിശുദ്ധ മോറോനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്ത ഞായറാഴ്ച തളർവാദ രോഗിയെ സുഖപ്പെടുത്തി, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപക്ഷമ കൊടുക്കണം, അത് പട്ടത്തോളം അങ്ങനെ ഓരോന്നും വരികയാണ്. അതാണ് കൂടുതൽ ശരി. അടയാളങ്ങളുടെ ആരംഭമൊന്നുമല്ല അവിടെ, അല്ലെങ്കിൽ ഇനി അത്ഭുതങ്ങൾ വരുന്നുന്നുള്ള ഒരു ചൂണ്ടുപോലെയല്ല അവിടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ അടയാളമെന്ന് ഞാൻ കണ്ടില്ല. എങ്ങനെയെങ്കിലും ആവട്ടെ, അത് ആദ്യകാലം പോലെ അടയാളങ്ങൾ എന്നാണ് തിരിച്ചിരിക്കുന്നത്. പിന്നെ അശീത്വ സുരാരി എന്നുള്ള വിവർത്തനം വന്നപ്പോഴാണ് അത് ആയിട്ട് നമ്മൾ ഇനി വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കണം. അപ്പോൾ അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, കുത്തിനെ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി, അത് അടയാളമാണ്. വീഞ്ഞ് പിന്നെ രക്തമാക്കി, അതൊരടയാളമാണ്, ചൂണ്ടുവലയാണ്. അങ്ങനെ പോയി തൻ്റെ യഥാർത്ഥ രക്തം ക്രൂശിൽ ചൊരിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും വലിയൊരു ദുരുപദേശം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. വെള്ളം വീഞ്ഞാക്കി സമ്മതിക്കുന്നു. വീഞ്ഞ് രക്തമാക്കി ഒരു ചൂണ്ടുവല. വെള്ളം വീഞ്ഞാക്കിയതിന് ചൂണ്ടുവലയാണ്, വീഞ്ഞ് രക്തമാക്കിയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. വീഞ്ഞ് രക്തമാക്കിയത് ഒരു ചൂണ്ടുവലയാണ്, വിശുദ്ധ കുർബാനയിലേക്കുള്ള ഒരു ചൂണ്ടുവലയാണ്. തൻ്റെ യഥാർത്ഥ രക്തം ക്രൂശിൽ താൻ ചൊരിഞ്ഞു എന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് കിട്ടിയത് യഥാർത്ഥ രക്തമല്ല, തന്നത് കർത്താവ് കൊടുത്ത യഥാർത്ഥ രക്തമല്ല എന്നല്ല വരുന്നത്. ഇത്രയും വലിയൊരു ദുരുപദേശം ആരും ഇതുവരെ പഠിപ്പിച്ചല്ല. വിശുദ്ധ കുർബാനയെ പറ്റി നമ്മൾ ശരിക്കും പഠിക്കണം. കർത്താവ് ഇതെൻ്റെ രക്തം, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അത് ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അത് അടയാളമല്ല, ക്രൂശിലെ ബലിയിലേക്കുള്ള അടയാളം അല്ലത്. ക്രൂശിൽ ചൊരിഞ്ഞ അതേ രക്തം, നാളെ നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം, നാളെ എന്ന് പറഞ്ഞിരിക്കണം, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം ഞാൻ മുൻകൂട്ടി അത് തരാണ്. മുൻകൂട്ടി ഫലമേൽപ്പിക്കുകയാണ് ശിഷ്യന്മാരെ, നിങ്ങളിത് ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പം അത് വലിയൊരു കൾട്ടായിപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കാനാവിലെ കല്യാണത്തിൽ നിന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അന്തർധാരകളിലേക്ക് ഇറങ്ങി ചെന്ന ഞാൻ വലിയൊരു തത്വം കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് അന്തർധാരയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് വിശുദ്ധ കുർബാനയിലെ രക്തം ഡ്യൂപ്ലിക്കേറ്റ് രക്തമാണ് എന്ന്. പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഇത് വലിയ ഇഷ്ടമാവും, കാരണം അവരത് ശരീരവും രക്തമാണെന്ന് വിശ്വസിക്കുന്നില്ല. അവർ ഓർമ്മയ്ക്ക് വേണ്ടി വെറുതെ മണ്ണും നാരികമുള്ള വീഴുന്നു മാത്രമേ ഉള്ളൂ. നമ്മളങ്ങനെയല്ല, നമ്മൾ അത് ഒറിജിനലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചില തെറ്റുകൾ കൂടിയിരിക്കുകയാണ്. പ്രൊട്ടസ്റ്റന്റുകാർ പലരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് വലിയ സന്തോഷമായി അത്. അടിയിൽ പല കമൻസും കണ്ടു, അച്ഛൻ വളരെ നന്നായിട്ട് പറഞ്ഞു അതൊക്കെ പറഞ്ഞു. പാവപ്പെട്ട ആളുകൾ പറ്റിക്കപ്പെടുകയാണ്. അർത്ഥം മനസ്സിലാക്കണം. ഇതിനു മുമ്പ് കുർബാനയെ പറ്റി ചില തെറ്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് തിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇട്ടിട്ട് 2-3 മാസമായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് ദിവസം മുമ്പ് അത് കണ്ടു. സത്യമായിട്ടും വിശുദ്ധ കുർബാനയിൽ കിട്ടുന്ന ശരീരരക്തവും കർത്താവിൻ്റെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവുമാണ്. ശരീരത്തെപ്പറ്റി ഞാൻ ഇതിനു പറഞ്ഞിട്ടുണ്ട്. അത് ക്രൂശിൽ മുറിക്കപ്പെട്ട ശരീരവും അതേസമയം അത് ഉയർത്തെഴുന്നേറ്റ ശരീരവുമാണ്. 2 ശരീരവും ഇല്ലാത്തതാണ്. ക്രൂശിൽ മുറിക്കപ്പെട്ട ശരീരവും ഉയർത്തെഴുന്നേറ്റ ശരീരവും സംയോജിപ്പിക്കപ്പെട്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ തന്നെ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേറെ പിരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടതുപോലെ വിശുദ്ധ കുർബാനയിലും സംയോജിപ്പിക്കപ്പെടുന്നു. എന്നാൽ രക്തം ക്രൂശിലെ രക്തം തന്നെ, അതിനൊരു മാറ്റമില്ല. അതാണ് വിശുദ്ധ കുർബാനയിൽ കൂടി നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ ഓർപ്പിച്ചെന്ന് മാത്രം. വീഡിയോയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ കുർബാനയിൽ നമുക്ക് കിട്ടുന്ന രക്തം കർത്താവിൻ്റെ ഒറിജിനൽ ശരീരവും ഒറിജിനൽ രക്തവുമാണ്. കർത്താവ് 2000 കൊല്ലം മുമ്പ് നീ വാഴ്ത്തിക്കൊടുത്ത അതേ ശരീരവും അതേ രക്തവും ഈ അപ്പത്തിലും വീഞ്ഞിലും കൂടി ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് വെട്ടക്കാരൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും ഏറ്റുപറയുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.